സിറിയയിൽ വിമതർ അധികാരം പിടിച്ചെടുത്തപ്പോൾ ഇസ്രായേൽ കുറെയൊക്കെ ആഹ്ലാദിച്ചു. അതെല്ലാം വെറുതെയായി മാറി. വിമതർ ഇറാനൊപ്പവും റഷ്യയ്ക്കൊപ്പവും ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. അതിനെല്ലാം ഉപരിയാണ് ഇസ്രായേലിന് നേരിടേണ്ടി വരുന്ന തിരിച്ചടികൾ. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തിക്കൊണ്ട് ലെബനനിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തി. അതിന് ഹിസ്ബുള്ള തിരിച്ചടിച്ചിരിക്കുന്നു. ആ തിരിച്ചടിയിൽ 4 സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിലാണ് 4 സൈനികർ കൊല്ലപ്പെട്ടത്. തിരിച്ചടികളുടെ കാലമാണ് ഇപ്പോൾ ഇസ്രായേലിന്. അതിനിടയിലാണ് യമനിൽ നിന്ന് ഹൂത്തി വിമതരുടെ ഡ്രോണുകൾ ചീറിപ്പാഞ്ഞ് ഇസ്രായേലിന് നേർക്ക് വന്നത്. ഇസ്രായേലിന് നേർക്ക് നിരവധി ഡ്രോണുകൾ യമനിൽ നിന്ന് വന്നുവെന്ന് ഇസ്രായേൽ പറഞ്ഞു. ആ ഡ്രോണുകൾ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം നിഷ്പ്രഭമാക്കിയെന്നും അവർ അറിയിച്ചു. ഹൂത്തികൾ കയറി വിളയാടുകയാണ് ഇസ്രായേൽ. അതിനൊക്കെ ഉപരിയായിട്ടാണ് ഇറാഖിൽ നിന്ന് വരുന്ന മിസൈലുകൾ. ഇറാഖിലെ പല സായുധ ഗ്രൂപ്പുകളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക് റെസിസ്റ്റൻസ് അടക്കമുള്ള സായുധ ഗ്രൂപ്പുകളൊക്കെ ഇറാഖിൽ സജീവമാണ്. ആ സായുധ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇസ്രായേലിന് കനത്ത പ്രഹരം നേരിടേണ്ടി വന്നിരിക്കുന്നത്. 4 ചുറ്റുന്നും അടിയോടടി. ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നത്. ആരെയൊക്കെ ആക്രമിക്കണം എന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത അവസ്ഥ. പേപിടിച്ച നായെപ്പോലെ കണ്ണിൽ കണ്ട ജനങ്ങളെയെല്ലാം കൊന്നു തള്ളുകയാണ് നെതന്യാഹു. പേപിടിച്ച നായ ഓടുന്ന വഴിയിൽ എല്ലാവരെയും കടിക്കും, പേടിച്ചോടുന്ന വഴിയിൽ. അതുപോലെയാണ് നെതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം നെതന്യാഹു ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം തുടരണ്ട എന്നാണ് അമേരിക്കയുടെ തീരുമാനം. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ പണി കിട്ടും എന്നാണ് അവരുടെ തീരുമാനവും അവരുടെ നിഗമനവും. അതവർ ഇസ്രായേലിനെ അറിയിക്കുകയും വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയും വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ വീണ്ടും ഹിസ്ബുള്ളയെ ആക്രമിക്കുന്ന, ലെബനനെ ആക്രമിക്കുന്ന രീതിയാണ് കൈക്കൊണ്ടത്. അതിന് ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു. 4 സൈനികരെ നഷ്ടപ്പെട്ടതായി ഇസ്രായേലിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഹൂത്തി വിമതരുടെ ഡ്രോണുകൾ ചീറിപ്പാഞ്ഞു വന്നതായി ഇസ്രായേലിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. യമനിൽ നിന്നും വലിയൊരു യുദ്ധമാണ് ഹൂത്തി വിമതർ നടത്തുന്നത്. മാത്രമല്ല, ചെങ്കടൽ അവരുടെ താവളമാക്കി അവർ മാറ്റിക്കഴിഞ്ഞു. ഇവരെല്ലാം ആവശ്യപ്പെടുന്നത് ഒരേ കാര്യമാണ്: ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്തിരിയുക, ഹമാസുമായുള്ള യുദ്ധത്തിന് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഹൂത്തി വിമതർ പറയുന്നത്. ഹിസ്ബുള്ളയും മറ്റ് സായുധ സംഘടനകളും ഒക്കെ പറയുന്നതും ഇത് തന്നെ. ഇറാഖിൽ നിന്നും കൂടി ആക്രമണം ഉണ്ടായതോടുകൂടി ഇസ്രായേൽ വല്ലാത്ത പരുങ്ങലിലാണ്. ഇറാഖിൽ ഒരുപാട് സായുധ സംഘങ്ങൾ, ഇറാന്റെ പിന്തുണയുള്ള ഒരുപാട് സായുധ സംഘങ്ങളുണ്ട്. അവർ ശക്തമായ ഒരു ആക്രമണമാണ്, ശക്തമായ ഒരു പ്രതിരോധമാണ് ഇസ്രായേലിനെതിരെ തീർക്കുന്നത്. ആ ആക്രമണങ്ങൾ ഇറാഖിൽ നിന്നും ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിനെ ആകെ മൊത്തം സമ്മർദ്ദത്തിലാക്കി.